ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിലേറെ സ്നേഹമുള്ളവരെ, നമുക്ക് സുവിശേഷം വായിച്ചുകൊണ്ട് ഈ വചന വിരുന്നിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 16, 24 മുതലുള്ള തിരുവചനങ്ങൾ. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും. പ്രിയമുള്ളവരെ, ഒരു ശരാശരി മലയാളി കത്തോലിക്കന് കർത്താവിൻ്റെ കുരിശിനോട് വലിയ സ്നേഹമാണ്, വലിയ ഭ്രമമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനാണ് സാധിക്കും. നമ്മൾ കത്തോലിക്കര് കർത്താവിൻ്റെ വിശുദ്ധ കുരിശ് അത് നമ്മൾ നെറ്റിയിൽ വരയ്ക്കാറുണ്ട്, നമ്മുടെ ഭവനങ്ങളിൽ വരച്ചു വയ്ക്കാറുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ കർത്താവിൻ്റെ കുരിശ് നമ്മൾ പ്രതിഷ്ഠിക്കാറുണ്ട്. അങ്ങനെ എല്ലായിടത്തും വിശുദ്ധ കുരിശിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്, ജപമാലയിൽ പോലും, അല്ലേ? എന്നാൽ ഈ കുരിശുകൾ കൂടാതെ, നമ്മൾ നെറ്റിയിൽ വരയ്ക്കുന്നതും വീട്ടിൽ പ്രതിഷ്ഠിക്കുന്നതുമായ കർത്താവിൻ്റെ കുരിശ് കൂടാതെ, നമ്മൾ പരിഹാസ രൂപേണ കുരിശുകൾ എന്ന് വിളിക്കുന്ന ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അല്ലേ? നമ്മൾ പരിഹാസ രൂപേണ ഇത് കുരിശാണ് എന്ന് പറയുന്ന ചില ജീവിത യാഥാർത്ഥ്യങ്ങളും ജീവിത സാഹചര്യങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ തന്നെ ഭവനത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഒരുപക്ഷെ അവരോടുള്ള വെറുപ്പ് മൂലം, അവരോടുള്ള അകൽച്ച മൂലം അവരെ നമ്മൾ കുരിശുകളായിട്ട് പരിഹസിച്ചേക്കാം. ഒരുപക്ഷെ ജീവിത പങ്കാളിയായിരിക്കാം, ജീവിത പങ്കാളിയുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളായിരിക്കാം, സ്വന്തം മക്കളായിരിക്കാം, സ്വന്തം ഇടവകയിൽ നമുക്ക് തീർത്തും താല്പര്യമില്ലാത്ത ചില ഭവനങ്ങളിലെ ചില അംഗങ്ങളായിരിക്കാം. അവരെയൊക്കെ നമ്മൾ കുരിശുകൾ എന്ന് വിളിച്ച് പരിഹസിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് 2 തരം കുരിശുകളെ കുറിച്ചാണ്. ആദ്യത്തേത് കർത്താവിൻ്റെ കുരിശ്. അതിനോട് നമുക്ക് വലിയ ഇഷ്ടമാണ്, വലിയ ആരാധനയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റുമുള്ള ചില ജീവനുള്ള കുരിശുകളുണ്ട്, ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അവയോട് നമുക്ക് വലിയ വെറുപ്പാണ് താനും. എന്നാൽ ഈശോ പറയുന്നത് എന്താണ്? മത്തായിയുടെ സുവിശേഷം 16:24 വചനം പറയുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. നോക്കുക, ഈശോ പറയുന്നത് വളരെ വ്യക്തമാണ്. നമ്മൾ ഓരോരുത്തരും വഹിക്കേണ്ടത് കർത്താവിൻ്റെ കുരിശല്ല, അത് കർത്താവ് വഹിച്ചു കഴിഞ്ഞു. ഈശോ ശിഷ്യരായ നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെ സന്തോഷത്തോടുകൂടി വഹിക്കുവാനാണ്. വചനം പറയുന്നത്, തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. പ്രിയമുള്ളവരെ, എന്താണ് ഈ സ്വന്തം കുരിശ്? നമ്മൾ വഹിക്കേണ്ടതായ നമ്മുടെ കുരിശ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞ 2 ഗണത്തിലെ 2ാം ഗണത്തിലെ ആളുകളും ജീവിത സാഹചര്യങ്ങളുമാണ് നമ്മൾ ഓരോരുത്തരും വഹിക്കേണ്ടുന്ന നമ്മുടെ കുരിശ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നീ ആരിൽ നിന്നും എപ്പോഴും ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്നു, ആ വ്യക്തിയാണ് നിന്റെ ജീവിതത്തിലെ യഥാർത്ഥ കുരിശ് എന്ന് പറയുന്നത്. നീ ഏതൊക്കെ ജീവിത സാഹചര്യങ്ങളെ അവോയ്ഡ് ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുന്നോ, ആ വേദനകളും ആ ദുഃഖങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ കുരിശുകൾ എന്ന് പറയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നീ എന്തിനെയൊക്കെ വലിയ ഭാരിച്ചതായിട്ട് കാണുന്നോ, എൻ്റെ ഈശോ ഇതൊന്ന് എടുത്തു മാറ്റാൻ സാധിക്കുമോ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുന്നു, ആ ഭാരങ്ങളെ, ആ വെറുക്കപ്പെടുന്ന വ്യക്തികളെ, അതിനെയൊക്കെയാണ് നമ്മൾ സ്വന്തം കുരിശുകളായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ കുരിശുകളൊക്കെയും പ്രിയമുള്ളവരെ വഹിക്കുവാനുള്ളതാണ്. അതെ, ഈശോ നമുക്ക് നൽകുന്ന ഉദാഹരണം അത് തന്നെയാണ്. കുരിശുകൾ വഹിക്കാനുള്ളത് തന്നെയാണ്. പക്ഷെ നമുക്കെല്ലാവർക്കും ഈശോയുടെ കുരിശ് വഹിക്കാനാണ് വലിയ താല്പര്യം, അല്ലേ? നമ്മുടെ കഴുത്തിലും നമ്മുടെ നെറ്റിയിലും ഒക്കെ ഈശോയുടെ കുരിശ് അത് വേണം. അത് നമുക്ക് സംരക്ഷണം നൽകുന്നു,
നമ്മുടെ നിത്യ രക്ഷയുടെ അടയാളമാണ്. ആ രീതിയിൽ കർത്താവിൻ്റെ കുരിശ് തീർച്ചയായിട്ടും നമ്മളോടൊപ്പം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ സസന്തോഷം നമ്മൾ ഓരോരുത്തരും വഹിക്കേണ്ടതാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നമ്മുടേതായ ചെറുതും വലുതുമായ കുരിശുകൾ. ഈശോ നമ്മളോട് കുരിശുകളെക്കുറിച്ച് പറയുന്ന അവസരത്തിലെല്ലാം സ്വന്തം കുരിശെടുക്കുവാനാണ് നമ്മളോട് പറയുന്നത്. ഈശോ ആരോടും യേശുവിൻ്റെ കുരിശ് വഹിക്കാനായിട്ട് പറയുന്നൊന്നുമില്ല. മത്തായിയുടെ സുവിശേഷം 10:38 നമുക്ക് വായിക്കാം. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. നോക്കുക, ഈശോ പറയുന്നത് സ്വന്തം കുരിശെടുക്കണമെന്നാണ്. അവിടുത്തെ കുരിശ് വഹിക്കുവാനല്ല കേട്ടോ പറയുന്നത്. ലൂക്ക 14:27 സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ശിഷ്യത്വത്തിലേക്കുള്ള ഒരു ഇൻവിറ്റേഷനായിട്ട് ക്രിസ്തു നമ്മളെ ക്ഷണിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറുതെ പോയിട്ട് കർത്താവിൻ്റെ കുരിശും വഹിച്ച് പിന്നാലെ പോവുകയല്ല യഥാർത്ഥത്തിലുള്ള ക്രിസ്തു ശിഷ്യത്വം എന്ന് പറയുന്നത്. പകരം നമ്മുടെ തന്നെ ജീവിത യാഥാർത്ഥ്യങ്ങളെ, നമ്മുടെ തന്നെ ജീവിത ക്ലേശങ്ങളെ, ജീവിത സഹനങ്ങളെ, നമുക്കിഷ്ടമില്ലാത്ത വ്യക്തികളെയൊക്കെ സന്തോഷത്തോടുകൂടി ഉൾക്കൊണ്ട് അവരെയും വഹിച്ചുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ പിന്നാലെ യാത്രയാകേണ്ടത്. അതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തു ശിഷ്യത്വം എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വീടുകളിലും നമ്മുടെ അയൽപക്കത്തും നമ്മുടെ ഇടവകയിലുമൊക്കെയുള്ള നമ്മൾ കുരിശ് എന്ന് വിളിച്ച് പരിഹസിക്കുന്ന വ്യക്തികളില്ലേ, അവരൊന്നും യാദൃശ്ചികമായിട്ട് നമുക്ക് ചുറ്റും വന്നു കൂടിയവരല്ല. അത് മനസ്സിലാക്കണം. ആ കുരിശുകളൊക്കെയും ഈശോ നട്ടുവളർത്തുന്നതാണ്. നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി, നമ്മെ പരിശീലിപ്പിക്കുവാൻ വേണ്ടി, നമ്മെ എളിമയിൽ വളർത്തുവാൻ വേണ്ടി, അവിടുത്തെ കുരിശോട് ചേർത്ത് പ്രതിഷ്ഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തികളും ഈ സാഹചര്യങ്ങളുമൊക്കെ നമുക്ക് ചുറ്റുമുള്ളത്. എന്നാൽ യാഥാർത്ഥ്യം മറിച്ചാണ്. കുരിശുകളെ അവഗണിക്കുകയാണ് ഇന്ന് ക്രൈസ്തവരായ നമ്മിൽ പലരും. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമുക്ക് ആരോടെങ്കിലും വെറുപ്പ് തോന്നിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുമായിട്ടൊന്ന് അടുക്കുവാൻ എത്ര സമയമാണ് പിടിക്കുന്നത്, അല്ലേ? ഒന്ന് ക്ഷമിക്കുവാൻ എത്ര കാലമാണ് എടുക്കുന്നത്? ഒരുപക്ഷെ ഒരേ ഭവനത്തിൽ ജീവിക്കുന്നവരായിരിക്കാം, ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ കഴിഞ്ഞുകൂടുന്നവരായിരിക്കാം, ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, ഒരേ തോട്ടത്തിൽ അല്ലെങ്കിൽ പറമ്പിൽ പണിയെടുക്കുന്നവരായിരിക്കാം, ഒരേ തൊഴിൽ ചെയ്യുന്നവരായിരിക്കാം. നമുക്കൊരാളോട് വെറുപ്പ് തോന്നിക്കഴിഞ്ഞാൽ ആ കുരിശിനെ, ആ ജീവിത കുരിശിനെ സന്തോഷത്തോടുകൂടി വഹിക്കുവാനായിട്ട് നമ്മളെ കൊണ്ടാകുന്നുണ്ടോ? നമുക്ക് ഭാരമായിട്ട് കരുതുന്നവയെ നമ്മൾ സന്തോഷപൂർവ്വം അല്ലെങ്കിൽ സൗകര്യപൂർവ്വം അങ്ങ് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പ 2021 വിശുദ്ധ കുരിശിന്റെ പുകഴ്ച തിരുനാളിൽ സ്ലൊവാക്യയിൽ വെച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: ക്രിസ്ത്യാനിറ്റി വിത്തൗട്ട് ക്രോസ് ഈസ് സ്റ്റെറൈൽ. കുരിശില്ലാത്ത ക്രിസ്തുമതം വന്ധ്യമാണ്, അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കാത്തതാണ്. എത്ര മനോഹരമായൊരു സന്ദേശമാണ് മാർപ്പാപ്പ നമുക്ക് നൽകുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിത കുരിശുകളെ സന്തോഷത്തോടുകൂടി സംവഹിച്ചില്ലെങ്കിൽ നമുക്കൊരിക്കലും ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് മാർപ്പാപ്പ നമ്മളോട് പറയുന്നത്. പക്ഷേ എന്തു ചെയ്യാം? നിർഭാഗ്യവശാൽ എനിക്കും ഒരുപക്ഷെ നിങ്ങൾക്കുമൊക്കെ പണ്ടുണ്ടായിരുന്നവരുടെ, അതായത് ക്രിസ്തുവിനും മുൻപുണ്ടായിരുന്നവരുടെ ഒരു തെറ്റായ മനോഭാവമാണുള്ളത്. എന്താണെന്നറിയാമോ? കുരിശ് അപമാനത്തിൻ്റെ അടയാളമാണ്, കുരിശ് ശിക്ഷയുടെ അടയാളമാണ്, കുരിശ് ദൈവ കോപമാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് കുരിശുകളെ നമ്മൾ സൗകര്യപൂർവ്വം നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവം അങ്ങനെയല്ല കുരിശുകളെ കാണുന്നത്. ക്രിസ്തു അങ്ങനെയല്ല കുരിശുകളെ കാണുന്നത്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം, പിതാവായ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കുരിശ് മഹത്വത്തിൻ്റെ പ്രതീകമാണ്, കുരിശ് നിത്യജീവന്റെ പ്രതീകമാണ്, കുരിശ് ദൈവകൃപയുടെ അടയാളമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പരിഹാസത്തിൻ്റെ അടയാളമായിരുന്ന കുരിശിനെ മഹത്വത്തിൻ്റെ പ്രതീകമായിട്ട് ദൈവം ഉയർത്തിയെന്ന്. വിശലേറെ സ്നേഹമുള്ളവരെ, നമുക്ക് ഓരോരുത്തർക്കും കുരിശ് അത് വഹിക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളെപ്പോഴും കുരിശുകളെ അവോയ്ഡ് ചെയ്യും, അവഗണിക്കും. എന്നാൽ പൗലോസ്ലീഹ പറയുന്നത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 1 കൊറിന്തോസ് 1:18 വചനം പറയുന്നു: നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി എത്രയെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ സൗകര്യപൂർവ്വം നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെ അങ്ങോട്ട് മാറ്റി നിർത്തുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ
നാശത്തിൻ്റെ പാതയിലൂടെയാണ് നമ്മൾ ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് കനിഞ്ഞു നൽകുന്ന കുരിശുകളെ എപ്പോഴും ചേർത്ത് നിർത്തുവാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ നമ്മളെ ഇവിടെ ഉത്ബോധിപ്പിക്കുന്നത്. ഈ കുരിശുകൾ പലപ്പോഴും ഞാൻ പറയും ഒരു ഗുഹ അനുഭവമാണ്. ഗുഹ അനുഭവം. ഒരേ വീട്ടിലായിരുന്നു കൊണ്ട്, ഒരേ ജീവിത സാഹചര്യത്തിലായിരുന്നു കൊണ്ട് ഒരുപക്ഷെ തോളോട് തോള് മുട്ടിയുരുമി ജീവിക്കുന്നവർക്കാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പും വിദ്വേഷവും ഒക്കെ. 1 സാമുവേൽ 24 അധ്യായത്തിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വെറുപ്പുള്ള 2 വ്യക്തികൾ വന്നു പെടുകയാണ്. നമുക്കതൊന്ന് ചിന്തിച്ചു നോക്കാം. സാവൂളും ദാവീദ് രാജാവും. സാവൂളിന് ദാവീദിനോട് വളരെ വെറുപ്പാണ്. ദാവീദിനാകട്ടെ സാവൂളിനെ എങ്ങനെയെങ്കിലും ഒന്ന് അവോയ്ഡ് ചെയ്യുവാനായിട്ട് ദാവീദ് പരിശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ട് 2 പേരും ഒരേ ഗുഹയിൽ ഒരു രാത്രിയിൽ അഭയം പ്രാപിക്കുന്നു. നോക്കുക, നമ്മുടെയൊക്കെ ഭവനത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് വേണം ഈ ഗുഹയെ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട്. ആ ഗുഹയ്ക്കുള്ളിൽ അന്ധകാരമാണ്. അവിടെ ആരാണ്? പരസ്പരം വിദ്വേഷവും വെറുപ്പുമുള്ള, പരസ്പരം വധിക്കാൻ ശ്രമിക്കുന്ന 2 പേര് ഒരേ ഗുഹയിൽ. പക്ഷേ ദാവീദ് എന്ത് ചെയ്യുന്നു? സാവൂളിനെ വെറുതെ വിടുന്നതായിട്ടാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദാവീദ് രാജാവിൽ നമ്മൾ ഒത്തിരി കാര്യം പഠിക്കുവാനുണ്ട്. ഇവിടെ നമ്മുടെ ഭവനങ്ങളാകുന്ന ഗുഹയിൽ ചിലപ്പോൾ നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒന്നിച്ച് കുരിശു വരയ്ക്കുന്നു, പക്ഷെ പരസ്പരം വെറുപ്പോടുകൂടി ജീവിക്കുന്നു. പല ഭവനങ്ങളിലും കെട്ടിക്കേറി വന്ന പെൺമക്കൾക്ക് ഭർത്തൃമാതാവിനോട് വളരെ വെറുപ്പാണ്. ചിലപ്പോൾ നമ്മുടെ മക്കളോട് വെറുപ്പാണ്. പക്ഷേ വേറെ മാർഗമൊന്നുമില്ലാഞ്ഞിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇത്തരം ഗുഹ അനുഭവങ്ങളിൽ ദാവീദ് രാജാവ് ചെയ്തതുപോലെ കൂടെയുള്ളവരെ വെറുതെ വിടുക. വാക്കുകൊണ്ടോ അവഗണന കൊണ്ടോ അവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്തു ശിഷ്യ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഭവനമുണ്ട് പുതിയ നിയമത്തിൽ, മാർത്തയുടെയും മറിയത്തിൻ്റെയും ഭവനം. അവിടെ നമ്മൾ കാണുന്നതും ഇതുതന്നെയാണ്. ഒരേ വീട്ടിൻ്റെ ഉള്ളിൽ പരസ്പരം അങ്ങ് ഒത്തൊരുമയോടുകൂടി പോകാത്ത, വലിയ ചേർച്ചയില്ലാത്ത 2 സഹോദരിമാര്, മാർത്തയും മറിയവും. മാർത്തയെ സംബന്ധിച്ചിടത്തോളം മറിയം വലിയൊരു കുരിശാണ്. മറിയത്തെ സംബന്ധിച്ചിടത്തോളം മാർത്ത വലിയൊരു കുരിശാണ്. ആ പഴയ നിയമ കഥയിലെ ഒരേ ഗുഹയ്ക്കുള്ളിൽ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം സാവൂൾ വലിയൊരു കുരിശാണ്. സാവൂളിനാകട്ടെ ദാവീദ് വലിയൊരു കുരിശാണ്. ഈശോ മാർത്തയോട് പറയുന്നു, മാർത്ത മാർത്ത, നീ അനേക കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രചിത്തയും ഉത്കണ്ഠാകുലയുമാണ്. നീ നല്ല ഭാഗം തിരഞ്ഞെടുക്കുക. എന്താണ് ഈ നല്ല ഭാഗം? അത് ആ കുരിശാണ്. സ്വന്തം സഹോദരി എന്ന കുരിശാണ് ആ നല്ല ഭാഗം. അവളൊരു മോശം ഭാഗമല്ല, അവളൊരു വെറുക്കപ്പെടേണ്ട ഭാഗമല്ല. അവളെ ചേർത്ത് നിർത്തുവാനാണ് ക്രിസ്തു പറയുന്നത്. സ്വന്തം സഹോദരി എന്ന കുരിശിനെ സന്തോഷത്തോടുകൂടി സംവഹിച്ചുകൊണ്ട് ക്രിസ്തുനാഥനെ അനുയാത്ര ചെയ്യുവാനായിട്ടാണ് അവളെ ഈശോ ക്ഷണിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഈ സമകാലിക ജീവിതത്തിൽ കണ്ടുവരുന്നൊരു പതിവാണ് മാതാപിതാക്കള് സ്വന്തം മക്കളെ കുരിശു വഹിക്കുവാൻ സഹായിക്കാത്ത ഒരു സ്ഥിതിവിശേഷം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചില ഭവനങ്ങളിൽ പെൺമക്കളെ കെട്ടിച്ചങ്ങോട്ടയക്കും. കല്യാണം കഴിച്ച് അയച്ചതിന് ശേഷം കെട്ടിക്കറിച്ചെന്ന് വീട്ടിൽ നിന്നിട്ട് മകള് സ്വന്തം അമ്മയെ എപ്പോഴും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും. എൻ്റെ അമ്മച്ചിയുടെ വളരെ ബുദ്ധിമുട്ടാണ്, കെട്ടിയോ നല്ലതല്ല, അമ്മായിപ്പൻ ശരിയല്ല, അമ്മായിമ്മ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നിരന്തരം അമ്മയുമായിട്ട് സമ്പർക്കത്തിലായിരിക്കുന്ന നിരവധി പെൺമക്കളെക്കുറിച്ച് ഇന്ന് കേൾക്കാറുണ്ട്. വലിയ വേദന തോന്നിക്കും. എപ്പോഴാണെന്നറിയാമോ? ഈ അമ്മമാര് പെൺമക്കൾക്ക് ഉപദേശം കൊടുക്കും, നിനക്ക് നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ തിരിച്ചു പോരെ മോളെ എന്ന് പറഞ്ഞിട്ട്. ഇന്ന് പല ഭവനങ്ങളിലും പ്രത്യേകിച്ചും നവദമ്പതിമാര് അവരുടെ വിവാഹബന്ധം വേർപെടുത്തുവാനായിട്ട് ഇടയാകുന്നത് ഇത്തരത്തിലുള്ള തെറ്റായ ഉപദേശമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കുരിശു വഹിക്കുവാനായിട്ട് ഒരുപക്ഷെ മാതാപിതാക്കളെ നമ്മൾ മക്കളെ സഹായിക്കാത്തത് മൂലം ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ്. നിനക്ക് പറ്റില്ലെങ്കിൽ തിരിച്ചു പോരെ എന്ന് പറഞ്ഞിട്ട് അവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പതിവ്. സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു ചെറിയൊരു ഉദാഹരണം. കുഞ്ഞുനാളിൽ സെമിനാരിയിൽ ചേരാനായിട്ട് ഈശോ വിളിച്ചായിരുന്ന നിമിഷത്തിൽ അധികം പേരൊന്നും എന്നെ പിന്തുണച്ചില്ല. അധികം പേരൊന്നും എനിക്ക് പ്രോത്സാഹനം നൽകിയില്ല. അവൻ പഠിച്ച് നല്ല ജോലി സമ്പാദിക്കട്ടെ, പഠിച്ച് ഇഷ്ടംപോലെ പണം ഉണ്ടാക്കട്ടെ എന്നായിരുന്നു പലരുടെയും അഭിപ്രായം. പക്ഷേ എല്ലാ നിരുത്സാഹത്തിൻ്റെ മധ്യത്തിലും എൻ്റെ അപ്പൻ, എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു, മോനെ പിടിച്ചു നിൽക്കണമെന്ന്. നിന്റെ ഈശോ എവിടെ നടന്നോ അവിടെ പിടിച്ചു നിൽക്കണം. അവിടെ ബുദ്ധിമുട്ടുകളുണ്ടാകും, വേദനകളുണ്ടാകും. പക്ഷേ ആ കുരിശിനെ
സന്തോഷത്തോടുകൂടി സംവഹിക്കുവാനായിട്ടാണ് എൻ്റെ നല്ല അപ്പൻ എനിക്ക് ഉപദേശം നൽകിയത്. ഞാൻ സെമിനാരിയിൽ ചേർന്ന് 4 വർഷത്തിന് ശേഷം എൻ്റെ പപ്പ നിത്യാനന്ദത്തിന് വേണ്ടി വിളിക്കപ്പെട്ടു. പക്ഷെ അതിനുശേഷം എൻ്റെ അമ്മ, ഇന്നും എന്നോടൊപ്പമുള്ള എൻ്റെ അമ്മ എന്നോട് പറയുന്നത്, മോനെ, നിന്നെ എവിടെ ഈശോ നടന്നോ അവിടെ പിടിച്ചു നിൽക്കണം, അവിടെ ഫലം പുറപ്പെടുവിക്കണമെന്നാണ് എൻ്റെ അപ്പനും അമ്മയും എന്നെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്നും ദൈവജനത്തിന് മുൻപിൽ നിന്ന് ബലിയർപ്പിക്കുമ്പോൾ അതെനിക്ക് സാധ്യമാവുന്നുണ്ടെങ്കിൽ ദൈവവിളിയോടൊപ്പം തന്നെ പിടിച്ചു നിൽക്കണം. എൻ്റെ കുരിശ് എടുക്കുവാനായിട്ട് എന്നെ സഹായിച്ച എൻ്റെ മാതാപിതാക്കളാണ് അതിന് കാരണം. ഇന്ന് പല ഭവനങ്ങളിലും അതില്ലാതെ വരുന്നു. മക്കളെ കുരിശ് വഹിക്കുവാനായിട്ട് മാതാപിതാക്കൾ സഹായിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ അടുത്തിടയ്ക്ക് എൻ്റെ സുഹൃത്തായ ഒരു യുവാവിനോട് സംസാരിക്കുകയായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 5 വർഷത്തോളമായി ആ സഹോദരൻ്റെ. അപ്പോൾ വിവാഹത്തിന് ശേഷം ഭാര്യയെ കൊണ്ട് വീട്ടിലേക്ക് വന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വന്തം അമ്മയെ വീട്ടിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. ഒടുവിൽ അമ്മയുടെ ഉപദേശമാണ്, മോളെ, പറ്റില്ലെങ്കിൽ നീ തിരിച്ചു പോരെ, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ തിരിച്ചു പോരെ. നോക്കുക, വിവാഹമെന്ന കൂദാശയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇന്ന് കുരിശുകളെ സംഭവിക്കാതിരിക്കുവാനുള്ള മാതാപിതാക്കൾ അവരെ നിരുത്സാഹപ്പെടുത്തുന്നത്. അതിനുശേഷം ഈ മകൻ എന്നോട് പറയുകയായിരുന്നു, സഹോദരൻ പറയുകയായിരുന്നു, അവള് എല്ലാ മാസവും പെട്ടിയും കിടക്കയും എടുത്ത് സ്വന്തം വീട്ടിലേക്ക് പോകും. ഇവൻ പാവം പോയിട്ട് വീണ്ടും തിരിച്ചു വിളിച്ചുകൊണ്ടുവരും. അങ്ങനെ 1-2 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ സഹോദരൻ പറയുന്നു, അവൻ്റെ സ്വന്തം അപ്പൻ അവനോട് പറയുകയാണ്, എന്തിനാ ഈ ഭാരം എടുത്ത് തലയിൽ വെക്കുന്നത്, നിനക്ക് പറ്റില്ലെങ്കിൽ ഉപേക്ഷിച്ച് കളഞ്ഞുകൂടെ എന്ന്. അവൻ പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞാൻ തകർന്നു പോയി എന്ന്. എൻ്റെ സ്വന്തം അപ്പൻ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ, നിന്റെ ഭാര്യയെ നീ ഉപേക്ഷിച്ചുകൊള്ളുക എന്ന് എൻ്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി എന്നാണ് ആ മകൻ എന്നോട് പറഞ്ഞത്. പക്ഷേ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ സ്വന്തം കുരിശുകൾ വഹിക്കുക മാത്രം ചെയ്താൽ പോരാ. നമ്മോടൊപ്പം സഹവസിക്കുന്നവരെ, അവരെ നമ്മൾ സഹായിച്ചു കൊടുക്കണം, അവരുടെ അനുദിന കുരിശുകളെ സംവഹിക്കുവാനായിട്ട്. ഇന്ന് ഇത്തരം സഹായമില്ലാത്തത് സെമിനാരി ജീവിതത്തിൽ ഞാൻ കാണുന്നുണ്ട്. ഞാൻ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന ഒരു വൈദികനാണ്. ഇന്ന് കാണുന്നത്, സെമിനാരിയിൽ പഠിച്ചു വളരണം, നല്ലൊരു വിശുദ്ധനായ വൈദികനാകണമെന്ന ആഗ്രഹത്തോടു കൂടി നിരവധി വിദ്യാർത്ഥികൾ സെമിനാരിയിൽ ചേരാറുണ്ട്. പക്ഷെ ഇന്ന് കണ്ടുവരുന്നത് എന്താണെന്നറിയാമോ? മാതാപിതാക്കൾ നിരന്തരം അവരെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കും. മോനെ, ബുദ്ധിമുട്ടാണെങ്കിൽ തിരിച്ചു പോരെ, വലിയ വിഷമമാണെങ്കിൽ അവിടെ നിൽക്കണ്ട, നിനക്ക് ഞങ്ങൾ ജോലി മേടിച്ചു തരാം, അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും നിരുത്സാഹപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഇവിടെയാണ് മാതാപിതാക്കളായി നമ്മൾ എപ്പോഴും ചെയ്തു കൊടുക്കേണ്ടത്. നമ്മുടെ മക്കൾ അവരുടെ കുരിശുകൾ വഹിക്കുമ്പോൾ ഒരു ചെറിയ കൈത്താങ്ങ്, ചെറിയൊരു സഹായം ചെയ്തു കൊടുക്കേണ്ടതാണ് ഇവിടെ ഏറ്റവും ആവശ്യം. ഞാൻ ചിന്തിക്കുക ഇപ്രകാരമാണ്, കുരിശിൻ്റെ വഴിയിൽ യേശുവിൻ്റെ കുരിശ് വഹിക്കുവാനായിട്ട് ഒരു വ്യക്തി സഹായിച്ചു, ശിമയോൻ. നമുക്കെല്ലാം അറിയാം, യേശുവിൻ്റെ കുരിശ് ഈശോ സസന്തോഷം വഹിച്ചുകൊണ്ട് പോവുകയാണ്. തൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന ഒരു ചിന്തയോടുകൂടി കുരിശും വഹിച്ചുകൊണ്ട് അവൻ മുൻപോട്ട് പോകുമ്പോൾ ശിമയോൻ വന്ന് ആ കുരിശ് വഹിക്കുവാൻ ഈശോയെ സഹായിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മളെ ഓരോരുത്തരുടെയും ദൗത്യം ഈ ശിമയോൻ്റെ ദൗത്യമാണ്. നമ്മുടെ ഭവനങ്ങളിൽ കുരിശ് വഹിക്കുവാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഒന്ന് സഹായിച്ചു കൊടുക്കാൻ സാധിക്കുമോ? ശിമയോനെ പോലെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, അവർ അവരുടെ ജീവിതത്തിൽ തകർന്നു പോകുമ്പോൾ, അവരിൽ നിരുത്സാഹപ്പെട്ടു പോകുമ്പോൾ, മോനെ, മോളെ, തകരരുത്, തളരരുത്, ഇട്ടെറിഞ്ഞ് പോരരുത് എന്ന് പറഞ്ഞ് അവരോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് വലിയൊരു പിന്തുണ നൽകി കഴിഞ്ഞാൽ അവർക്ക് സസന്തോഷം അവരുടെ കുരിശും വഹിച്ചുകൊണ്ട് മുൻപോട്ടേക്ക് നീങ്ങുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അനിവാര്യമായിട്ടുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളെല്ലാവരും കർത്താവിൻ്റെ കുരിശ് വരയ്ക്കണം. കുരിശ് വരച്ചേ മതിയാവും. നമ്മൾ കുരിശ് വരയ്ക്കുവാനായിട്ട് വിളിക്കപ്പെട്ട നല്ല ക്രിസ്ത്യാനികളാണ്. ഇനി കുരിശ് വരയ്ക്കുക മാത്രം ചെയ്താൽ പോരാ, ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതത്തിലെ കുരിശുകളെ അത് വഹിക്കുകയും ചെയ്യണം. നമ്മൾ ഓരോരുത്തരും കുരിശുകളെ അവഗണിക്കാതെ കുരിശ് വഹിച്ചുവെങ്കിൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കുവാൻ എനിക്ക് സാധിക്കുകയുള്ളൂ, നിത്യജീവൻ കൈവരിക്കുവാൻ എനിക്ക് സാധിക്കുകയുള്ളൂ, ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുവാൻ എനിക്ക് സാധിക്കുകയുള്ളൂ എന്ന ബോധ്യത്തോടു കൂടി കുരിശുകൾ വഹിക്കണം. മൂന്നാമതായിട്ട്, കുരിശുകൾ വഹിക്കുവാൻ മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ 3 കാര്യങ്ങൾ: കുരിശ് വരയ്ക്കണം, കുരിശ് വഹിക്കണം, കുരിശ് വഹിക്കുന്നവരെ സഹായിച്ചു കൊടുക്കുക കൂടി ചെയ്യണം. പ്രിയമുള്ളവരെ, ഈ ചിന്തകളൊക്കെയും നമ്മുടെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തുവല്ലോ.
ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ കുരിശുകളെയൊക്കെയും സന്തോഷത്തോടെ വഹിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, പലപ്പോഴും അങ്ങയുടെ കുരിശ് മാത്രം വഹിക്കുവാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അതോടൊപ്പം തന്നെ അവിടുത്തെ കുരിശ് വഹിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പോരായ്മകളെ, ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളെ, വെറുപ്പോടും വിദ്വേഷത്തോടും കൂടി ഞങ്ങൾ കാണുന്ന വ്യക്തികളെയൊക്കെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും അവരെയൊക്കെ ഞങ്ങൾ സംവഹിക്കേണ്ട കുരിശുകളായിട്ട് പരിഗണിക്കുവാനും അവരോട് ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, കുരിശ് വഹിച്ചുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് നീങ്ങിയ അവിടുത്തെ മകനോടൊപ്പം നീ നടന്നു നീങ്ങിയതുപോലെ ഞങ്ങൾ മാതാപിതാക്കളെ അമ്മയുടെ സംരക്ഷണത്തിൽ പൊതിഞ്ഞു പിടിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസം യാചിക്കുകയും ചെയ്യണമേ. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.